ജിനീഷ് കുമാർ അദ്ദേഹവും മകനുമൊക്കെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് കേൾക്കാം എന്താണ് പറയുന്നത്. അവതാരങ്ങളെല്ലാം ഒഴിവാക്കിയുള്ള ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആയിരുന്നു. തീർച്ചയായും ഭക്തിയുടെ മറവിൽ ചില അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ അത്തരം അവതാരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റേതായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസിനും മറ്റാളുകൾക്കുമെല്ലാം അത് സഹായകരവുമായിട്ടുണ്ട്. പാട്ട് പാടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പാട്ട് പാടുമോ? പാടുമല്ലോ. കുടുംബസമേതമാണ് വന്നിട്ടുള്ളത്. കുടുംബവും ഇവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത സ്ഥലമാണല്ലോ ആങ്ങുവഴി സീതത്തോട്. അപ്പോൾ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ, തീർത്ഥാടനം ആരംഭിച്ചു കഴിഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ തീർത്ഥാടനം ആരംഭിച്ച വളരെ ചെറിയ സമയത്ത് തന്നെ ഞാൻ നിരവധി തവണ, വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ നിരവധി തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു ഭാഗ്യവുമാണ്. അത് തന്നെയാണ് വളരെ ഭംഗിയായ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പം സ്വാമി ശരണം എന്തെങ്കിലും പറയാനുണ്ടോ? എത്രാമത്തെ പ്രാവശ്യം വരുന്നത്? നാലാമത്തെ മകരവിളക്ക് അല്ലേ? കുഞ്ഞു മാളികപ്പുറം. അത് കോന്നി ഇലക്ഷൻ സമയത്ത് മൂത്താൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ. ഇത് അതിഷ്ഠ മോനാണ്. ഇത് അധ്യാപകനാണ്. സുഹൃത്തുക്കളാണ്. അതെ. അതായത് സുഹൃത്തുക്കൾക്കൊപ്പം പഴയ സഹപ്രവർത്തകരും. മകരവിളക്ക് എന്ന് പറയുന്നത് മകരവിളക്ക് മഹോത്സവം കൂടിയാണ്. അപ്പോൾ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് ശബരിമല സന്നിധാനത്ത്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഗൗരവമായ ഒരു ചടങ്ങ് ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞു. മകരസംക്രമ പൂജ കഴിഞ്ഞു. അതിനുശേഷം ഇനി എല്ലാവരും കാത്തു നിൽക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങ് മല കയറി ശരംകുത്തിയും കടന്ന് ഈ നടപ്പന്തലിലേക്ക് വരുന്ന, വലിയ നടപ്പന്തലിലേക്ക് വരുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മകരസംക്രമ പൂജ ഏതായാലും പൂർത്തിയായി. ആ സമയത്ത് നമുക്ക് അതിനുശേഷവും വീണ്ടും ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. കുറച്ചധികം സമയം ഭഗവാനെ ദർശിക്കാനുള്ള ഒരു സമയം കിട്ടി. അതായത് വിളക്കുടി സാറും അനുവൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അയ്യപ്പനും ദർശന സാധ്യത. അതെ, അവിടെ കുറെ നേരം നിൽക്കാം. കാരണം അത്രയും ഒരു തിരക്കുമില്ലാത്ത ഒരു അവസ്ഥ. സാധാരണ വളരെ അപൂർവമായിട്ടാണ് ശബരിമല സന്നിധാനത്ത് ആ തിരുനടയുടെ മുന്നിൽ ഇത്ര സമയം നമുക്ക് സാധാരണഗതിയിൽ ഒരു സെക്കൻഡൊക്കെയാണ് ഭഗവാനെ കണ്ടു പോരാൻ പറ്റുന്നത്. നമ്മളൊക്കെ സാധാരണ വന്നു കഴിഞ്ഞാൽ നേരെ ആ കണ്ണാടി, ആ തിരു നടക്കും എതിരെയുള്ള കണ്ണാടിയിൽ പോയി കഴിവതും വരുന്ന അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ആ കണ്ണാടിയിൽ പോയി ഒരുപാട് ഭാഗ്യങ്ങൾ. അതെ, ഇപ്രാവശ്യം ദർശന ഭാഗ്യം മാത്രമല്ല, ആ മകരസംക്രമ പൂജ കഴിഞ്ഞു കൊണ്ടുവന്ന ആ നെയ്യ് ഒരൽപ്പം നുണയാനുള്ള ഭാഗ്യവും. സാധാരണ സാധാരണ ആ സമയത്ത് മകരസംക്രമ പൂജ നടക്കുമ്പോൾ വലിയ ബഹളം തിരക്കുമൊക്കെ ആയിരിക്കും ഇവിടെ. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. വളരെ ശാന്തതയോടെയാണ് മകരസംക്രമ പൂജകൾ പൂർത്തിയായത്. പറയേണ്ടത് ആ അച്ഛൻ കൊടുത്തുവിട്ട ആ ആഭരണങ്ങൾ ആ ശരകുത്തിയിൽ ഇരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്ത്രിയും മേൽശാന്തി വിട്ടയക്കുന്ന അവര്, അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന അയ്യപ്പന്മാർ ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആൾക്കാർ ഒരു മാലയണിഞ്ഞ്. ഞാൻ തിരികെ എത്താം. ജിനീഷ് കുമാർ MLA അദ്ദേഹവും കുട്ടികളുമൊക്കെ ആയിട്ട് ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നു അയ്യനെ തൊഴാൻ, മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമാകാൻ.